ഇന്നോളം എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ തിരക്കഥ. ഇന്നോളം എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആകാംക്ഷ നിർഭരമായ തിരക്കഥ. ഇന്നോളം എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉന്മാദദായിനിയായ തിരക്കഥ. ഇന്നോളം എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രചോദനാത്മകമായ തിരക്കഥ. ഇന്നോളം എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രണയപൂർണമായ തിരക്കഥ. ഇന്നോളം എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കാൽപ്പനികമായ തിരക്കഥ. വെറുക്കുന്നവനെയും ഭയക്കുന്നവനെയും അറിയാത്തവനെയും നിഷ്പക്ഷനെയും അവരുടെ നിസ്സഹായ നിമിഷങ്ങളിലേക്ക് നിരന്തരം നിർദ്ദയം വലിച്ചെറിയുന്ന ദി മോസ്റ്റ് ബ്രൂട്ടൽ സ്ക്രിപ്റ്റ്. ഇതുവരെ കണ്ടു തീർത്ത കളികളും ഉലഞ്ഞറിഞ്ഞ ഉന്മാദങ്ങളും ഉയിരിൽ പടർന്ന നിമിഷങ്ങളും രാത്രിയെ പകലാക്കിയ ആരവങ്ങളും തങ്ങളുടെ ജീവിതങ്ങൾ തന്നെയും റിഗ്ഡാണെന്ന് പിന്നെയും പിന്നെയും ചിന്തിക്കേണ്ടി വരുന്നവരുടെ വിഹ്വലതകളിലേക്ക് ഇടവേളകളില്ലാതെ വർഷിക്കുന്ന തനിക്കു മാത്രം അവകാശപ്പെട്ട ഹർഷോന്മാദങ്ങളുടെ ഉടയോന് മാത്രമായി വിധിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ തിരക്കഥ. താൻ ക്ഷീണിതനാണെന്നും 90 മിനിറ്റുകൾക്ക് മുമ്പ് താൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് ഇതാദ്യമായിരിക്കില്ലെന്നും ഇനിയും ഇത് ആവർത്തിക്കപ്പെടുമെന്നും ലിയോ മെസ്സി പറയുമ്പോൾ ഹൃദയത്തിൽ നിന്നൊരു ഇടർച്ച മുറ്റിയ ഒരു കർക്കിടകപ്പെയ്ത്തായി ചോദിക്കുന്നു, ഇനിയും എത്ര നാൾ? ഇയാൾ ബൂട്ടഴിക്കുമ്പോൾ ബാക്കിയാകുന്ന ശൂന്യതയെ ദൈവം എങ്ങനെയാണാവോ നികത്താൻ പോകുന്നത്? അലസഗാമിയായ ഒരു ഇളങ്കാറ്റ് പന്തിന്റെ ഗന്ധം കിട്ടുന്ന മാത്രയിൽ കെട്ടഴിച്ചു വിട്ട കൊടുങ്കാറ്റാകുന്നതിന്റെ രസതന്ത്രം അവസാനിക്കുന്ന നിമിഷത്തെ ഈ പ്രപഞ്ചം എങ്ങനെയാണാവോ അതിജീവിക്കാൻ പോകുന്നത്? കാലിന്റെ മൃദുസ്പർശം